Welcome to once. So, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ സിഗ്നൽസിൽ നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് സിസ്റ്റംസ്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസിഡർ എ സിസ്റ്റം വിത്ത് ഇൻപുട്ട് x of t and output y of t equal to x e raised to t. ഓക്കെ, ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് x of t ആണ്. അതേപോലെ ഔട്ട്പുട്ടിന്റെ റിലേഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ പറയുന്നത് y of t is equal to x e raised to t. ഓക്കെ, the system is, നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? The system is ഓപ്ഷൻ എ എന്ന് പറയുന്നത് causal and time invariant, ഓപ്ഷൻ ബി is non causal and time varying, C causal and time varying, and D is non causal and time invariant. Okay, so we need to check only two conditions. One is causality and the other one is time invariance. Okay, അപ്പോൾ രണ്ട് കേസസ് ആണ് നമുക്ക് ഇത് ചെക്ക് ചെയ്യേണ്ടത്. ഓപ്ഷൻസ് പറഞ്ഞു നോക്കിയാൽ നമുക്ക് രണ്ട് കേസസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്, കോസാലിറ്റിയും ടൈം ഇൻവേരിയൻസും. സോ വാട്ട് ഇസ് കോസാലിറ്റി? കോസാലിറ്റി ചെക്ക് ചെയ്യുന്നത് എന്താണ്? ഇഫ് ദ സിസ്റ്റം ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ വെദർ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫ്യൂച്ചർ ഇൻപുട്സ്. ഓക്കെ, whenever it depends on future input and എന്താണ് അത് നോൺ കോസൽ ആണ് അല്ലേ. അപ്പൊ നമ്മുടെ സിസ്റ്റം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് if system output depends on future cases, then the system is said to be non-causal. അതേപോലെ പ്രസന്റും പാസ്റ്റും ആണെങ്കിലോ, പ്രസന്റ് ഇൻപുട്ട് ആൻഡ് പാസ്റ്റ് ഇൻപുട്ടിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ then the system is said to be causal. ഓക്കെ, നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഈ തന്നിരിക്കുന്ന കേസിൽ അത് ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ y of t is equal to x e raised to t. Okay, so let t is equal to 0. Okay, present case നമ്മൾ t equal to 0 എന്നുള്ള കണ്ടീഷൻ ആണ് നോക്കുന്നത്. So y of 0 is equal to x e raised to 0. What is e raised to 0? e raised to 0 എന്ന് പറയുന്നത് it is 1. So x of 1. Okay, so y of 0 എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതിനെയാണ്? ഒരു ഫ്യൂച്ചർ ഇൻപുട്ട് ആണ് അല്ലെ. എക്സ് ഓഫ് 1 മീൻസ് ഇറ്റ്സ് എ ഫ്യൂച്ചർ ഇൻപുട്ട്. നമ്മൾ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ പൊസിഷൻ ഏതിലാണ്? 0th പൊസിഷനിലാണ് നോക്കുന്നത്, 0th ഇൻസ്റ്റന്റിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ 0th ഇൻസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ് ഓഫ് 1നെയാണ്, അതായത് അത് ഫ്യൂച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ യു ക്യാൻ കൺക്ലൂഡ് ദ സിസ്റ്റം ആസ് നോൺ കോസൽ. ഓക്കെ, നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്യുവർലി എ നോൺ കോസൽ സിസ്റ്റം. സോ നമ്മുടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഏതൊക്കെയാ വരുന്നത്? ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും നോൺ കോസൽ കേസ് പറയുന്നുണ്ട്. ഓപ്ഷൻ ബിയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ബിക്കോസ് നമുക്ക് കിട്ടിയ ഓപ്ഷൻ എന്തായിരുന്നു? ആൻസർ എന്താ പറയുക? നോൺ കോസൽ ആണ് അല്ലേ. സോ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ആണ് പോസിബിൾ ആയിട്ടുള്ള ആൻസേഴ്സ്. എയും സിയും കോസൽ ആയതുകൊണ്ട് നമുക്കത് റൂൾ ഔട്ട് ചെയ്യും. ഓക്കെ, സോ ഇനിയുള്ളത് എന്താ നോക്കണ്ടേ? ടൈം വേരിയിങ് ആണോ ടൈം ഇൻവേരിയന്റ് ആണോ എന്നാണ് നോക്കുന്നത്. അപ്പൊ ടൈം വേരിയൻസിന്റെ കണ്ടീഷൻ എന്താണ്? whenever the system output is independent of the time, അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റം എന്ന് പറയുന്നത് it is time invariant. Okay, the system output എന്ന് പറയുന്നത് does not change with time that's the case of time invariance. Okay, so നമുക്ക് അതാണ് നോക്കേണ്ടത്. അപ്പോൾ ടൈം ഇൻവേരിയൻസിന്റെ കേസ് ചെക്ക് ചെയ്യാനായിട്ട് യു നീഡ് ടു കൺസിഡർ ടു കേസസ്. ഒന്ന് നമ്മൾ ഇൻപുട്ട് സൈഡിൽ ഡിലേ ചെയ്ത് നോക്കുക, അതേപോലെ ഔട്ട്പുട്ട് സൈഡിലും ഡിലേ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻപുട്ട് സൈഡിലെ ഡിലേയും ഔട്ട്പുട്ട് സൈഡിലെ ഡിലേയും ഈക്വൽ ആണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ദ സിസ്റ്റം ഇസ് ഇൻവേരിയന്റ്, എൽസ് ദ സിസ്റ്റം ഇസ് വേരിയന്റ്. ഓക്കെ, സോ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ അത് നോക്കുന്നത് എങ്ങനെയാണ്? അറിയാം, y of t എന്ന് പറയുന്നത് x e raised to t ആണ്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇൻപുട്ട് സൈഡിലാണ് ഡിലേ കൊടുക്കുന്നത്. സോ y1 of t is x e raised to t minus t0. ഓക്കെ, നമ്മൾ ഇൻപുട്ട് സൈഡിൽ ഡിലേ ചെയ്യുകയാണ്. സെക്കൻഡ് കേസ് എന്താണ്?
ഔട്ട്പുട്ട് സൈഡിൽ ഒരു ഡിലേ പ്രൊവൈഡ് ചെയ്യാം. സോ ഔട്ട്പുട്ട് സൈഡിൽ ഡിലേ എന്ന് പറഞ്ഞാൽ ലെറ്റ് ഇറ്റ് ബി y2 of t is equal to y of t minus t0. Okay, so y of t minus t0 എന്ന് പറഞ്ഞാൽ എന്താ? y of t എന്ന് പറയുന്നത് it is x of e raised to t. Okay, so നമുക്കത് എങ്ങനെ എഴുതാം? അതിലൊരു ഡിലേ കൊടുക്കണം. ഇതിലൊരു ഡിലേ കൊടുത്താൽ എന്താ വരിക? it is x of e raised to t minus t0. Is this the same? y1 ഉം y2 ഉം സെയിം ആണോ? അല്ല. നമുക്ക് എന്താ കിട്ടുന്നത്? y1 എന്ന് പറയുന്നതിൽ x of e raised to t minus t0. അതേപോലെ y2 of t യിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? x e raised to t minus t0. Okay, that means y1 of t and y2 of t is not equal. അത് നോട്ട് ഈക്വൽ ആണെങ്കിൽ എന്താണ് ആ കണ്ടീഷൻ? The system is said to be time variant. So time variant എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയത് ഏതൊക്കെയാണ്? നോൺ കോസലും ആണ്, ടൈം വേരിയിങ് ആയിട്ടാണ് കിട്ടിയത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ. അപ്പോൾ മെയിൻലി നമ്മൾ അറിഞ്ഞിരിക്കണം കോസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? whenever the output of the system depends on a future input, a future term അതിൽ വന്നിട്ടുണ്ടെങ്കിൽ that system is non-causal. അതേപോലെ ടൈം വേരിയൻസിന്റെ കേസ് എങ്ങനെയാണ്? ടൈം വേരിയൻസിൽ നോക്കേണ്ടത് ഒരു ഇൻപുട്ട് സൈഡിലുള്ള ഒരു ഡിലേ പ്രൊവൈഡ് ചെയ്യുക, ഔട്ട്പുട്ട് സൈഡിൽ ഒരു ഡിലേ പ്രൊവൈഡ് ചെയ്യുക. ആ രണ്ടും കമ്പയർ ചെയ്താൽ ഈക്വൽ ആണെങ്കിൽ ആ സിസ്റ്റം എന്ന് പറയുന്നത് ഇൻവേരിയന്റ് ആണ്. എൽസ് ദ കേസസ് ദ സിസ്റ്റം ഇസ് വേരിയന്റ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the outputs of four systems S1, S2, S3 and S4 corresponding to the input signal sin t for all time t as are shown in the figure. Based on the given information, which of the four systems is or are definitely not LTI? Okay, so LTI എന്ന് പറഞ്ഞാൽ എന്താ? ലീനിയർ ആൻഡ് ടൈം ഇൻവേരിയന്റ് സിസ്റ്റത്തിനെയാണ് നമ്മൾ LTI സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡെഫിനറ്റ്ലി നോട്ട് LTI. അപ്പൊ LTI കേസ് സാറ്റിസ്ഫൈ ചെയ്യാത്ത സിസ്റ്റം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ S1, S2, S3 എന്ന് പറയുന്നത് എന്താ? S4 എന്ന് പറയുന്നത് 4 സിസ്റ്റംസ് ആണ്. ഓക്കെ, അതിന്റെ ഇൻപുട്സ് എന്ന് പറയുന്നത് സൈൻ ആണ് 4 സിസ്റ്റത്തിന്റെ ഇൻപുട്സ്. അപ്പോൾ ഈ ഓരോ സിസ്റ്റവും ഡിഫറെന്റ് ആൻസേഴ്സ് ആണ്, ഡിഫറെന്റ് ഔട്ട്പുട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ സൈൻ ഓഫ് ടി ഫസ്റ്റ് സിസ്റ്റത്തിൽ പാസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? സൈൻ ഓഫ് മൈനസ് ടി ആണ് കിട്ടുന്നത്. ഓക്കെ, സോ സൈൻ ഓഫ് മൈനസ് ടി ലെറ്റ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് സൈൻ ടി ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ y1 ഓഫ് ടി, നമ്മുടെ ഔട്ട്പുട്ട് y1 ഓഫ് ടി ആണ്. ദിസ് ഇസ് y2 ഓഫ് ടി, y3 ഓഫ് ടി ആൻഡ് y4 ഓഫ് ടി. ഓക്കെ, സോ y1 ഓഫ് ടി എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് നമുക്ക് മൈനസ് ടി അല്ലേ തന്നിട്ടുള്ള ഗിവൺ കേസ് ആണ്, സൈൻ മൈനസ് ടി. സൈൻ ഓഫ് മൈനസ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? യു ക്യാൻ റീറൈറ്റ് ഇറ്റ് ആസ് മൈനസ് ഓഫ് സൈൻ ടി അല്ലേ? ഇതെന്താണ്? സൈൻ ഓഫ് മൈനസ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് ഓഫ് മൈനസ് ടി എന്ന് എഴുതാം. അതേപോലെ മൈനസ് ഓഫ് സൈൻ ടി എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് എക്സ് ഓഫ് ടി. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് നോക്കേണ്ടത് എന്താണ്? ലീനിയർ ആണോ ടൈം ഇൻവേരിയന്റ് ആണോ എന്ന്. LTI സിസ്റ്റത്തിന്റെ കേസസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ മൈനസ് ഓഫ് ടി, സൈൻ ഓഫ് മൈനസ് ടി എന്ന് പറഞ്ഞാൽ ആ ടൈം ആക്സിസിൽ നമ്മൾ സ്കെയിലിംഗ് ആണ് ചെയ്യുന്നത്. -1 വെച്ച് സ്കെയിൽ ചെയ്തു എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളത് ഫോൾഡ് ചെയ്തു എന്ന് പറയാം. ഓക്കെ, സോ സ്കെയിലിംഗ് അല്ലെങ്കിൽ ഫോൾഡിംഗ് എന്ന പ്രോസസ്സ് ഇതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സിസ്റ്റം ഇസ് ടൈം വേരിയന്റ്. ഓക്കെ, ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. അപ്പം അല്ലെങ്കിൽ നിങ്ങൾ എന്താ അത് ഓരോ പ്രൊസീജിയർ വെച്ച് ചെയ്ത് നോക്കണം അല്ലെ? ടൈം ഇൻവേരിയൻസിന്റെ സിസ്റ്റം ഇതെന്താ നോക്കുന്നത്? ഡിലേ വെച്ചാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇൻപുട്ട് സൈഡിൽ ഡിലേ ചെയ്യുക, ഔട്ട്പുട്ട് സൈഡിൽ ഡിലേ ചെയ്യുക. അപ്പൊ അത് ചെയ്യണം എന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ടൈം സ്കെയിലിംഗ് അല്ലെങ്കിൽ ഫോൾഡിംഗ്. ടൈം
ടൈം സ്കെയിലിങ്ങോ അല്ലെങ്കിൽ ടൈം ഫോൾഡഡോ ആയിട്ടുള്ള സിഗ്നൽ ആണെങ്കിൽ ഇറ്റ് ഇസ് ഒബ്വിയസ് ദാറ്റ് ദ സിസ്റ്റം ഇസ് ടൈം വേരിയന്റ്. ഓക്കെ, ഈ കേസിൽ നോക്കുകയാണെങ്കിൽ എന്താണത്, എക്സ് ഓഫ് മൈനസ് ടി എന്ന് പറയുന്നുണ്ട് അല്ലെ. എക്സ് ഓഫ് മൈനസ് ടി എന്ന് പറയുമ്പോൾ യു ക്യാൻ കൺക്ലൂഡ് ദ സിസ്റ്റം ആസ് ടൈം വേരിയന്റ്. ഓക്കെ, സിമിലർലി അടുത്തത് എന്താണ്, മൈനസ് ഓഫ് എക്സ് ഓഫ് ടി. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ആണ് ഇവിടെ ചെയ്തത് അല്ലെ. ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് അഫക്ട് എന്താണ്, ലീനിയാരിറ്റിനെ അഫക്ട് ചെയ്യില്ല, അതേപോലെ ടൈം ഇൻവേരിയൻസിന്റെ കേസിനെ അത് അഫക്ട് ചെയ്യില്ല. സോ ദ സിസ്റ്റം ഇസ് ലീനിയർ ആൻഡ് ടൈം ഇൻവേരിയന്റ്. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം പോസിബിലിറ്റി ചോദിച്ചിട്ടുള്ളൂ. നമ്മൾക്ക് എന്താ വേണ്ടത്, ഡെഫിനറ്റ്ലി നോട്ട് എൽ ടി ഐ ആണ്. അപ്പൊ എൽ ടി ഐ ഒരു തരത്തിലും അത് എൽ ടി ഐ സിസ്റ്റം ആവാൻ പാടില്ല. അപ്പൊ ഈ കേസിൽ എന്താണ്, ഐദർ ഇറ്റ് ക്യാൻ ബി ടൈം വേരിയന്റ് അല്ലെങ്കിൽ അത് എൽ ടി ഐ സിസ്റ്റം പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ രണ്ട് കേസസും അവിടെ പോസിബിൾ ആണ് ഫസ്റ്റ് സിസ്റ്റത്തിൽ. അതായത് S1 എന്ന് പറയുന്ന സിസ്റ്റം ഇറ്റ് ക്യാൻ ബി ടൈം വേരിയന്റ് ഓർ ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് S2 നോക്കിയാൽ, S2 എന്ന് പറഞ്ഞാൽ എന്താണ്, by 2 of t എന്ന് പറഞ്ഞത് തന്നിരിക്കുന്നത് എന്താണ്, സൈൻ ഓഫ് t plus 1. ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്, ടൈം ഷിഫ്റ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അല്ലെ. ടൈം this is x of t plus 1. ടൈം ഷിഫ്റ്റിംഗ് ചെയ്തിട്ടുള്ള കേസ് ആണെങ്കിലോ ടൈം ഷിഫ്റ്റിംഗ് വിൽ നോട്ട് അഫക്ട് ദ ലീനിയാരിറ്റി ഓർ ടൈം ഇൻവേരിയൻസ്. അപ്പോൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞാൽ അത് ലീനിയർ ആവാതിരിക്കാം അല്ലെങ്കിൽ ഇൻവേരിയന്റ് അല്ലാത്ത കേസസിലേക്ക് പോവില്ല. ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ലീനിയാരിറ്റിനെയും ഇൻവേരിയൻസിനെയും അഫക്ട് ചെയ്യുന്നില്ല. സോ യു ക്യാൻ കൺക്ലൂഡ് ദിസ് സിസ്റ്റം ഓൾസോ ആസ് LTI സിസ്റ്റം. അപ്പോൾ ഫസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ടൈം വേരിയന്റ് ഓർ ടൈം ഇൻവേരിയന്റ്. സെക്കൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പ്യൂർലി എ ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം. നെക്സ്റ്റ് തേർഡ് വൺ എന്താണ്, y of 3 നമുക്ക് കിട്ടിയത് എന്താണ്, y of 3 എന്ന് പറയുന്നത് ദിസ് ഇസ് എൻ LTI സിസ്റ്റം. y of t എന്ന് പറയുന്നത് sin 2t ആണ് അല്ലെ. sin 2t എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്താണ്, സ്കെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ടൈം ആക്സിസിൽ സ്കെയിലിംഗ് ഉണ്ടെങ്കിൽ ആ സിസ്റ്റം എന്ന് പറയുന്നത് ടൈം വേരിയന്റ് സിസ്റ്റം ആണ്. സോ ദിസ് ഈസ് ഓൾസോ എ time variant system. Okay, next S4 fourth system എന്ന് പറയുന്നത് it is sin square t. sin square t എന്ന് പറയുമ്പോൾ you can rewrite it as it is x square of t എന്ന് പറയുമ്പോൾ എന്ത് വരും, this is a non-linear system അല്ലെ. x square of t എന്ന് പറയുമ്പോൾ അതൊരു non-linear system ആണ്. it is non-linear. അതേപോലെ ടൈം ഇൻവേരിയൻസ് ചെക്ക് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, ടൈം ഇൻവേരിയൻസ് ചെക്ക് ചെയ്താൽ ഇവിടെ സ്കെയിലിംഗ് ഒന്നും നടക്കുന്നില്ല അല്ലെ. ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗും ഇല്ല, ടൈം സ്കെയിലിംഗും ഇല്ല. അപ്പൊ എന്താ ഇവിടെ വരുന്നത്, ദ സിസ്റ്റം ഇസ് ടൈം ഇൻവേരിയന്റ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കാം, കിട്ടുക ടൈം ഇൻവേരിയൻസ് എന്നുള്ള കേസ് തന്നെയായിരിക്കും. ഓക്കെ, സോ ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ചോദിച്ചിട്ടുള്ള നോട്ട് ആൻ LTI സിസ്റ്റം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ക്യാൻ ബി TV or LTI സിസ്റ്റം. സെക്കൻഡ് സിസ്റ്റം ഇസ് പ്യൂർലി LTI സിസ്റ്റം. ആൻഡ് ദ തേർഡ് വൺ ഇസ് ദിസ് ഇസ് ഓൾസോ ടൈം വേരിയന്റ് സിസ്റ്റം. നമുക്ക് വേണ്ടത് ടൈം ഇൻവേരിയന്റ് ആയിട്ടുള്ള സിസ്റ്റം ആണ് വേണ്ടത്. അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് അല്ല, തേർഡ് അല്ല. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ നോൺ ലീനിയർ ആൻഡ് ടൈം invariant system. Okay, non-linear time invariant system. But third, okay, this one. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, ദിസ് ഇസ് ഇറ്റ് ക്യാൻ ബി LTI സിസ്റ്റം. LTI ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്, പക്ഷെ നമുക്ക് വേണ്ട എന്താണ്, ഡെഫിനറ്റ്ലി നോട്ട് LTI സിസ്റ്റം. അപ്പോൾ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, S4 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ആൻസർ ഇസ് ദ സിസ്റ്റം S4. ഓപ്ഷൻ D ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഇഫ് ദ ഇൻപുട്ട് x of t and output y of t of a system are related as y of t is equal to t എന്ന് പറയുന്നത് max of
0, x of t. Okay, the system is, okay, ഇവിടെ നമുക്ക് നോക്കേണ്ട എന്തൊക്കെയാണ്, ലീനിയാരിറ്റിയും ടൈം ഇൻവേരിയന്റും, അതുപോലെ നോൺ ലീനിയർ ആണോ ടൈം ഇൻവേരിയന്റ് ആണോ. ഓക്കെ, ലീനിയാരിറ്റിയും ടൈം ഇൻവേരിയൻസും ആണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ട രണ്ട് കണ്ടീഷൻസ്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇവിടെ നോക്കേണ്ടത് എന്താണ്, ഇവിടെ ഒരു മാക്സിമം ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇറ്റ് ക്യാൻ ബി ഐദർ 0 or x of 1ന്റെ ആൻസർ ആയിരിക്കും. അത് ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് ഈസ് മാക്സിമം. ഓക്കെ, ഇപ്പൊ സപ്പോസ് നമ്മൾ x1 of t നമ്മൾ 1 കൊടുക്കുകയാണെങ്കിൽ 0യും 1ഉം കമ്പയർ ചെയ്താൽ വിച്ച് ഈസ് എ മാക്സിമം 1, മാക്സിമം ഓഫ് ദീസ് ടു എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അതേപോലെ സപ്പോസ് x of t എന്ന് പറയുന്നതിന് -1 ആണെങ്കിലോ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും, the answer for y of t എന്ന് പറയുന്നത് it will be 0. സോ നമുക്ക് ഇതിന്റെ ബേസ് ചെയ്തൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ എങ്ങനെയാ വരിക, the graph will look like okay, y of t എന്ന് പറയുന്നത് you can say as will be 0 for x of t less than 0 and it will be x of t when x of t is greater than 0. നമ്മളിപ്പോ ജസ്റ്റ് പറഞ്ഞില്ലേ മാക്സിമം ഓഫ് x of -1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആക്സിസിലേക്ക് പോവുകയാണെങ്കിൽ ക്യാൻസർ കിട്ടുന്ന എന്താണ് 0 ആണ്. അതേപോലെ 0,1 വന്നാൽ the answer എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1. ഓക്കെ, സോ അത് തന്നെയാണ് ഞാൻ ജസ്റ്റ് ഗ്രാഫിക്കൽ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി ഈസിയർ ആയിട്ട് റെപ്രസെന്റ് ചെയ്ത്. അപ്പൊ എന്റെ ആൻസർ എന്താ വരിക, x of t എന്ന് പറയുന്നത് whenever x of t is less than 0, ഗ്രാഫ് എന്ന് പറയുന്നതിൽ ആൻസർ എന്ന് പറയുന്നത് 0 ആണ്. അതേപോലെ whenever x of t is greater than 1, അപ്പോൾ ഈ ടേം ഈ ആക്സിസിൽ ഇവിടെ പോസിറ്റീവ് ആക്സിസിൽ വരുമ്പോഴത്തേക്കും the answer എന്ന് പറയുന്നത് x of t തന്നെ ആയിരിക്കും. സോ ദിസ് ഇസ് ഹൗ യുവർ ഗ്രാഫ് വിൽ ലുക്ക് ലൈക്ക്. നമുക്ക് ഇനി ഇതിൽ എങ്ങനെയാ നോൺ ലീനിയാരിറ്റിയുടെ കേസ് അല്ലെങ്കിൽ ലീനിയർ ആണോ എന്നുള്ള കേസ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്, അപ്പൊ ലീനിയാരിറ്റിയുടെ കണ്ടീഷൻ എങ്ങനെയാ, ലീനിയാരിറ്റിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ax1 of t plus bx2 of t should be equal to ay1 of t plus by2 of t. ഇതാണ് നമ്മുടെ ലീനിയാരിറ്റിയുടെ കണ്ടീഷൻ. അപ്പൊ അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് x1 of t എന്ന് പറയുന്നത് ബി -1. നമുക്ക് നെഗറ്റീവ് ആക്സിസ് കൺസിഡർ ചെയ്യാം. x1 of t എന്ന് പറയുന്നത് -1 നെക്സ്റ്റ് അവിടെ y1 of t എന്താ വരിക, ഇറ്റ് ഈസ് x1 of t എന്ന് പറയുന്നത് -1 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ y1 of t എന്താ വരിക, y1 of t will be 0. സിമിലർലി x2 of t എന്ന് പറയുന്നത് ഞാൻ പോസിറ്റീവ് ആക്സിസിൽ 1 എടുക്കുകയാണെങ്കിൽ അവിടെ y1 of t എന്ത് വരിക, y2 of t എന്ന് പറയുന്നതും ഇറ്റ് വിൽ ബി 1 അല്ലേ. സോ x2 of t 1, y2 of t എന്ന് പറയുന്നതും 1 തന്നെ. ഇനി നമ്മൾ ആഡ് ചെയ്താൽ എന്താ കിട്ടുക, x1 of t പ്ലസ് x2 of t അതേപോലെ y1 of t പ്ലസ് y2 of t. സോ x1 of t x2 of t ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 0 ആണ്. അതേപോലെ y1 of t പ്ലസ് y2 of t ചെയ്താൽ എന്താ കിട്ടുക, യു വിൽ ഗെറ്റ് 1. അപ്പൊ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇല്ല, ഒന്ന് 0യും ഒന്ന് 1ഉം ആണ്. സോ ദ സിസ്റ്റം ഇസ് നോട്ട് സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ ഫോർ ലീനിയാരിറ്റി ആൻഡ് യു ക്യാൻ സേ ദ സിസ്റ്റം ആസ് നോൺ ലീനിയർ സിസ്റ്റം. ഓക്കെ, ദിസ് ഇസ് ഹൗ യു പ്രൂവ് ദ സിസ്റ്റം ഇസ് ലീനിയർ ഓർ നോൺ ലീനിയർ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ കണ്ടീഷൻസ് എങ്ങനെയാണെന്ന് നോക്കുക, അത് യൂസ് ചെയ്ത് നമുക്കിപ്പോൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാമെങ്കിൽ അത് വിൽ ബി ഈസിയർ. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമ്മൾ ഇത് കണ്ടീഷൻ ചെക്ക് ചെയ്യുക, ലീനിയാരിറ്റിയുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക, നമുക്ക് ലീനിയാരിറ്റി സോൾവ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് അടുത്ത എന്താണ് ചെക്ക് ചെയ്യേണ്ടത്,
ലീനിയർ ആണോ നോൺ ലീനിയർ ടൈം വേരിയൻസ് ആണ് ചെക്ക് ചെയ്യേണ്ടത് അല്ല. സോ ടൈം വേരിയൻസ് ചെക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് നമ്മളിപ്പം നേരത്തെ പറഞ്ഞു അല്ലേ, ഡിലേ വെച്ചിട്ടാണ് നോക്കേണ്ടത്. അപ്പൊ ഡിലേ വെച്ച് ചെക്ക് ചെയ്താൽ എന്താ വരിക, y of t എന്ന് പറയുന്നത് 0 for x of t less than 0 and it is x of t for x of t greater than 0. Okay, so input side ഡിലേ കൊടുത്താൽ എന്താ വരിക, ഫസ്റ്റ് കേസ് 0 തന്നെ ആയിരിക്കും. നെക്സ്റ്റ് താഴെ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ടി മൈനസ് t0. ഇത് ഇൻപുട്ട് സൈഡിലെ ഡിലേ. ഈ ഔട്ട്പുട്ടിന്റെ ഡിലേ എങ്ങനെയാ വരിക, ഇൻപുട്ട് ഡിലേ എന്ന് പറയുമ്പോൾ y2 of t എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് y of t minus t0. So y of t minus t0 എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ കേസ് സെയിം തന്നെയാണ്. ഇത് സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് എന്തോരും, x of t minus t0. So you can say y1 of t is equal to y2 of t അല്ലേ. y1 of t യും y2 of t യും ഈക്വൽ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്ത് പറയാം, the system is said to be time invariant. Okay, so നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് സിസ്റ്റം നോൺ ലീനിയറും ആണ് ടൈം ഇൻവേരിയന്റും ആണ്. സോ ദ ആൻസർ ഫോർ ദിസ് വൺ ഇസ് ഓപ്ഷൻ ബി. Okay, ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ. സോ ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. Okay, we will meet in the next sessions. Thank you.